മൂന്ന് സുഹൃത്തുക്കൾ ഹൈക്കിങ്ങിനായി ഹിൽ ടോപ്പിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതിനിടയിൽ ഒരാൾ കുഴിബോംബിൽ ചവിട്ടുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് അയാൾ രക്ഷപ്പെടുമോ? രക്ഷപ്പെടുമെങ്കിൽ എങ്ങനെ രക്ഷപ്പെടും? നമുക്ക് നോക്കാം. എൻ്റെ പേര് അനന്തു മധു. സിനിമയുടെ ദൃശ്യവിസ്മയത്തിലോട്ട് കടക്കാം. ജോർജിയ എന്ന രാജ്യത്തെ അതിസുന്ദരമായ നഗരം. അവിടെ ഒരു വലിയ മല. അവിടേക്ക് ഹൈക്കിങ്ങിനായി ജീപ്പിൽ വരുന്ന 3 പേരടങ്ങുന്ന സംഘം. അവരിൽ അലീഷയും ഡാനിയലും ലവേഴ്സാണ്. ക്രിസ് അവരുടെ ഉറ്റ സുഹൃത്തും. ജീപ്പ് നിർത്തി ക്യാമ്പിനുള്ള സ്ഥലം നോക്കി ഡാനിയൽ പോവുകയാണ്. ഡാനിയൽ പോയ തക്കം നോക്കി ക്രിസ് അലീഷയോട് കൊഞ്ചിക്കൊഴിയുന്നുണ്ട്. അലീഷയും ക്രിസും ചേർന്ന് ഡാനിയലിനെ ഇത്രയും നാൾ ചതിക്കുകയായിരുന്നു. എന്നാൽ കല്യാണം ഉറപ്പിച്ചതുകൊണ്ട് തന്നെ ഈ ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് അലീഷ ക്രിസിനോട് പറയുകയാണ്. പക്ഷേ ക്രിസിന് അലീഷയോട് പ്രേമമുണ്ടായിരുന്നു. ഡാനിയൽ തിരിച്ചെത്തി 3 പേരും കൂടി യാത്രയാകുകയാണ്. മലയുടെ മുകളിൽ വെച്ച് ക്രിസിനെ സാക്ഷിയാക്കി ഡാനിയൽ അലീഷയെ പ്രപ്പോസ് ചെയ്യുന്നു. പക്ഷേ ആ രംഗം ക്രിസിനെ കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പാതിയിൽ വെച്ച് ക്രിസ് അവിടെ നിന്നും പോവുകയാണ്. ക്രിസിൻ്റെ അപ്രതീക്ഷിതമായ ഈ പെരുമാറ്റം കണ്ട് ഡാനിയലിന് ഇഷ്ടപ്പെടുന്നില്ല. അന്ന് രാത്രി ഡാനിയൽ ഈ കാര്യം ക്രിസിനോട് ചോദിക്കുന്നുണ്ട്. അവരുടെ വാക്കുകളുടെ ഇടയിൽ അവസാനം വാക്കുതർക്കം ഉണ്ടാകുകയാണ്. എന്നാൽ അലീഷ അത് സിമ്പിളായി മദ്യം കൊടുത്ത് ചിയേഴ്സ് പറഞ്ഞ് സോൾവ് ആക്കുന്നു. അതിനുശേഷം ഡാനിയലും അലീഷയും തമ്മിൽ പ്രണയരംഗങ്ങളിലും ചില കുത്സിത പ്രവൃത്തിയിലും ഏർപ്പെടുകയാണ്. ഇത് നമ്മുടെ ക്രിസിനെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്നും പോകുന്നു. അടുത്ത ദിവസം രാവിലെ ക്രിസ് എഴുന്നേറ്റ് പുറത്തു വന്ന് നോക്കുമ്പോൾ ആരോ ഒരാൾ ഡാനിയലിൻ്റെ ബാഗ് ചെക്ക് ചെയ്യുകയാണ്. കള്ളനാണെന്ന് കരുതി ക്രിസ് അയാളെ അറ്റാക്ക് ചെയ്യുകയാണ്. അതുകണ്ട് ഡാനിയൽ അവിടെ വന്ന് അവരെ പിടിച്ചു മാറ്റിയിട്ട് പറയുകയാണ്, ഇതെൻ്റെ ഫ്രണ്ട് ദേവയാണ്, നമ്മളെ ഗൈഡ് ചെയ്യാൻ വന്നതാണെന്ന്. ഉടൻ തന്നെ ക്രിസ് സോറി പറഞ്ഞ് പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ്. ദേവയാണെങ്കിൽ ഒരു ഫോട്ടോ എടുത്തു തരട്ടെ എന്ന് ചോദിക്കുകയും 3 പേരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയും ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ട് പോരെന്ന് പറഞ്ഞ് കുറച്ച് നീങ്ങാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ നീങ്ങുന്നതിനിടയിൽ ക്രിസ് ഒരു കുഴിബോംബിൽ ചവിട്ടുകയാണ്. അവർ എല്ലാവരും ഭയന്നുപോയി. ഡാനിയൽ ആ കുഴിബോംബ് ചെക്ക് ചെയ്തിട്ട് ഇത് വാർ സമയത്ത് ഉപയോഗിച്ച ജർമ്മൻ മെയ്ഡ് കുഴിബോംബാണെന്ന് പറയുന്നു. ആരെങ്കിലും ഫോണിൽ കിട്ടാൻ വേണ്ടി നോക്കുമ്പോൾ ഫോണിനാണെങ്കിൽ അവിടെ സിഗ്നൽ ഇല്ല. സിഗ്നൽ ലഭിക്കാത്തതുകൊണ്ട് തന്നെ സിഗ്നൽ തേടി അവർ ഒരു മലമുകളിൽ എത്തുകയാണ്. മലയുടെ മുകളിൽ വെച്ച് ഡാനിയൽ ഒരു ഫേക്ക് കോൾ ചെയ്യുകയാണ്. എന്നിട്ട് അലീഷയോട് പറയുന്നു, അവനെ ഒരു മലരനം രക്ഷിക്കാൻ പോകുന്നില്ല. നീയും അവനും ചേർന്ന് എന്നെ ഇത്രയും നാൾ ചീറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാനാണ് ഇത് സെറ്റ് ചെയ്തത്. അലീഷയും ക്രിസും ഡാനിയലിനോട് കെഞ്ചി അപേക്ഷിക്കുന്നുണ്ട്, മാപ്പ് പറയുന്നുണ്ട്. പക്ഷേ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് അവൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡാനിയൽ അവിടെ നിന്നും പോവുകയാണ്. അലീഷ ക്രിസിനെ രക്ഷിക്കാൻ പല മാർഗങ്ങളും നോക്കുന്നുണ്ട്. പെട്ടെന്ന് അവൾ ക്രിസിനോട് ഒരു ഐഡിയ പറയുകയാണ്. ക്രിസ് നിൽക്കുന്നതിന് പുറകിൽ ഒരു വലിയ കുഴി കുഴിക്കുകയാണ്. എന്നിട്ട് അവൻ കുഴിബോംബിൽ നിന്നും കാലെടുത്ത് അതിലേക്ക് ചാടി വലിയ ആഘാതമില്ലാതെ രക്ഷപ്പെടുക. വേറെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ക്രിസ് ആ പ്ലാനോട് ഡബിൾ ഓക്കെ പറയുകയാണ്. പദ്ധതി പ്രകാരം അലീഷ കുഴിക്കാൻ തുടങ്ങുമ്പോൾ ഒരാൾ ഒരു ഡോഗുമായി അവിടെ വരികയാണ്. അയാളുടെ പേരാണ് ഇലിയ. തൻ്റെ ഫ്രണ്ട് കുഴിബോംബിൽ ചവിട്ടിയിരിക്കുകയാണെന്നും അവനെ രക്ഷിക്കണമെന്നും അവൾ ആവശ്യപ്പെടുകയാണ്. ആ സമയം ഇലിയ ക്രിസിന് നേരെ വെടിയുതിർക്കുകയാണ്. പെട്ടെന്നുള്ള ഇലിയയുടെ ആക്ഷൻ കണ്ട് അലീഷ ഭയന്നു പോവുകയാണ്. ഇത് സത്യമാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്രിസിൻ്റെ താഴെയായിട്ടാണ് വെടിവെച്ചത്. എന്നാൽ ഇലിയയ്ക്ക് എന്തോ പന്തികേട് തോന്നിയിട്ട് എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നതെന്ന് ചോദിക്കുകയാണ്. ആദ്യമൊക്കെ പറയാൻ മടിച്ചെങ്കിലും ഹെൽപ്പിന് വേണ്ടി അവൾ നടന്നുമൊക്കെ പറഞ്ഞു. ഇത് കേട്ട ഉടനെ അയാളുടെ രീതികൾ മാറി. മോശമായ രീതിയിൽ അലീഷയെ നോക്കുകയും മോശമായ പേരുകൾ അവളെ വിളിക്കുകയും ചെയ്യുന്നു. ഞാൻ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ. അതുകൊണ്ട് അലീഷ എന്നോട് കുറച്ചു നേരം സഹകരിക്കണമെന്ന് ഇലിയ പറയുകയാണ്. അത് കേട്ടതും അവർ 2 പേരും അത് നിരസിക്കുകയും ഇലിയ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ തങ്ങളുടെ പക്കലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ തരാമെന്ന് പറയുകയാണ്. അയാൾ അത് സമ്മതിക്കുകയും അലീഷയുടെ ബാഗ് തപ്പുകയും ചെയ്യുന്നു. ബാഗിൽ നിന്നും അവളുടെ വിലപിടിപ്പുള്ള ഒരു വസ്തു അയാൾക്ക് ലഭിക്കുകയാണ്. കൂടാതെ അത് ഡോഗിനെ കൊണ്ട് മണപ്പിക്കുകയും ചെയ്യുന്നു. താൻ കുഴിക്കാൻ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ നീ ഉടുത്തിരിക്കുന്ന ആ പാൻറ്റീസ് നീ എനിക്ക് ഊരി തരണമെന്ന് അവളോട് അയാൾ ആവശ്യപ്പെടുന്നു. ആദ്യമൊക്കെ എതിർത്തെങ്കിലും വേറെ വഴിയില്ലാതെ അത് ഊരിക്കൊടുക്കാൻ അവൾ ടെൻറ്റിലേക്ക് പോവുകയാണ്. പക്ഷേ അയാൾ അവളോട് തൻ്റെ മുന്നിൽ വെച്ച് ഊരി തരണമെന്ന് ആവശ്യപ്പെടുകയാണ്. അവൾ ആദ്യമൊക്കെ എതിർത്തെങ്കിലും അവസാനം അയാൾ പറഞ്ഞ പോലെ തന്നെ അത് ഊരിക്കൊടുത്തു. ഇലിയ അത് മേടിച്ച് മണത്ത് നോക്കിയതിന് ശേഷം അയാൾ അലീഷയോട് ചേർന്ന് കുഴിക്കാൻ തുടങ്ങുന്നു. കുഴിക്കുന്ന സമയം ഇലിയയുടെ ബാഗിൽ നിന്നും റേഡിയോയുടെ സൗണ്ട് കേൾക്കുകയാണ്. അലീഷ അയാളോട് ആ റേഡിയോ ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഇലിയയുടെ കണക്കനുസരിച്ച് ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ. തൻ്റെ കയ്യിലുള്ള പാൻറ്റീസ് എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അതെടുത്തോണ്ട് വരാൻ അവളോട് പറയുന്നു.
അവൾ ആദ്യം അത് വിസമ്മതിച്ചെങ്കിലും പിന്നീട് റേഡിയോയ്ക്ക് വേണ്ടി അത് എടുത്തു കൊടുക്കുകയാണ്. എന്നാൽ പോയി പട്ടിയെപ്പോലെ എടുത്തുകൊണ്ട് വാടി എന്ന് അയാൾ വീണ്ടും പറയുകയാണ്. വേറെ മാർഗമില്ലാതെ അവൾ പട്ടിയെപ്പോലെ നടന്ന് കൈകൊണ്ട് എടുത്തു കൊടുക്കുന്നു. വീണ്ടും അയാൾ അത് വലിച്ചെറിയുന്നു. എന്നിട്ട് പട്ടിയെപ്പോലെ വാ കൊണ്ട് എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. അലീഷ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ വാ കൊണ്ട് എടുത്തു കൊടുക്കുകയാണ്. ഇലിയ റേഡിയോ അലീഷയ്ക്ക് കൊടുക്കുന്നു. അവിടെയായിരുന്നു ആ ട്വിസ്റ്റ്. റേഡിയോയിലൂടെയുള്ള ലാംഗ്വേജ് അവൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇംഗ്ലീഷ് ആയിരുന്നില്ല അവർ സംസാരിച്ചത്. അവൾ വീണ്ടും എലിയയോട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമോ എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അയാൾക്ക് എന്തിനും ഒരു റിട്ടേൺ വേണമല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ ട്രാൻസ്ലേഷനും ഓരോ ഡ്രസ്സ് ഊരാൻ അവളോട് ആവശ്യപ്പെടുന്നു. അത് കേട്ടതും എലീഷ റേഡിയോ വലിച്ചെറിയുകയും കുഴിക്കാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. ഇലിയയുടെ സംസാരത്തിലും പ്രവൃത്തിയിലും വലിയൊരു മാറ്റം വരികയാണ്. ഇലിയയുടെ ഈ പ്രവൃത്തി കണ്ട് പേടിച്ച് ക്രിസ് തൻ്റെ കയ്യിലുള്ള പണവും ക്രെഡിറ്റ് കാർഡും ഒക്കെ കൊടുക്കുകയാണ്. ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് അവൾ തുണിയില്ലാതെ കണ്ടാൽ മതി എന്ന് അയാൾ പറയുകയാണ്. എന്നിട്ട് അയാൾ അലീഷയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ട് ഡ്രസ്സ് ഊരടി എന്ന് പറയുന്നു. ക്രിസ് തൻ്റെ പണവും ക്രെഡിറ്റ് കാർഡും വീണ്ടും എലിയയ്ക്ക് ഓഫർ ചെയ്യുകയാണ്. എലിയയ്ക്ക് ദേഷ്യം വന്നിട്ട് ക്രിസിന് നേരെ തോക്ക് ചൂണ്ടുന്നു. ആ സമയം നോക്കി അലീഷ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. ഉടൻ തന്നെ അയാൾ തോക്ക് അവിടെ വെച്ചിട്ട് അലീഷയുടെ നേരെ ഓടുന്നു. ആ സമയം മുതലാക്കി അവൻ അവൻ്റെ കയ്യിലുള്ള ചെയിൻ ഉപയോഗിച്ചുകൊണ്ട് ആ തോക്ക് കൈക്കലാക്കുകയാണ്. എലിയാണെങ്കിൽ അവളെ പിടിച്ച് ഹോസ്റ്റേജിനെ പോലെ കത്തിയുണ്ടി വിരട്ടിക്കൊണ്ട് കൊണ്ടുവരികയാണ്. ക്രിസിൻ്റെ കയ്യിൽ തോക്കുണ്ടെങ്കിലും പെട്ടെന്ന് അയാളെ ഷൂട്ട് ചെയ്യാൻ കഴിയില്ല. ഷോട്ട് ഗൺ ആയതുകൊണ്ട് തന്നെ അവൾക്കും വെടിയേൽക്കാൻ സാധ്യതയുണ്ട്. അത് മുതലാക്കിക്കൊണ്ട് അയാൾ അവളെ വലിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് ഒരു പാറയുടെ മറവിൽ വെച്ച് അവളെ റേപ്പ് ചെയ്യുന്നു. ആ ദൃശ്യം കണ്ട് ഒന്നും ചെയ്യാനാകാതെ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് വിഷമത്തോടെ ചങ്ക് തകർന്ന് ക്രിസ് നോക്കി നിൽക്കുകയാണ്. പെട്ടെന്നാണ് എലീഷ ഒരു പാറക്കഷ്ണം എടുത്ത് അയാളുടെ തലയ്ക്കടിച്ചിട്ട് അവിടെ നിന്നും പോകുന്നത്. അയാളും അലീഷയുടെ പുറകെ പോവുകയാണ്. അലീഷ തിരിച്ചു വരുമെന്ന് ക്രിസിനറിയാം. അതുകൊണ്ട് തന്നെ തോക്കിയുണ്ടി അയാൾ വരുന്നതും കാത്തു നിൽക്കുകയാണ്. ആ സമയം ഡോഗ് വന്ന് ക്രിസിൻ്റെ കാലിൽ കടിക്കുകയും പെട്ടെന്ന് ക്രിസ് വെടിവെക്കുകയും കുഴിയിലോട്ട് വീഴുകയും ചെയ്യുന്നു. പാറക്കല്ലിൽ തലയിടിച്ച് ക്രിസിൻ്റെ ബോധം പാതി നഷ്ടപ്പെടുകയാണ്. അയാൾ അലീഷയെ വലിച്ചിഴച്ചുകൊണ്ട് ക്രിസിൻ്റെ അടുത്ത് കിടത്തുന്നു. എന്നിട്ട് അവനോട് ഒരു ഫേക്ക് കുഴിബോംബ് കാണിച്ച് നിന്നെയൊക്കെ അയാൾ പറ്റിച്ചതാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. ഇവിടെയാണെങ്കിൽ ക്രിസിൻ്റെ കരങ്ങളിൽ കിടന്ന് അലീഷ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിയുകയാണ്. ജോർജിയയിലെ ഒരു ഗ്രാമത്തിൽ അമ്മയും മകളും തുണി വിരിക്കുന്നത് കാണിക്കുന്നു. അമ്മയുടെ പേര് ടാനിയ എന്നും മകളുടെ പേര് ഈക്ക എന്നുമാണ്. അവിടേക്ക് ഒരു അമേരിക്കൻ ടൂറിസ്റ്റ് വന്ന് കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. ആരാണെന്ന് ചോദിക്കുമ്പോൾ താൻ സിറ്റിയിലേക്ക് പോവുകയാണെന്നും GPS വർക്കാകുന്നില്ലെന്നും അതുകൊണ്ട് പഴയ മാപ്പ് വല്ലതും ലഭിക്കുമെന്നറിയാൻ വന്നതാണെന്നും പറയുന്നു. ഇവിടെ പഴയ മാപ്പൊന്നുമില്ല, വേണമെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്റ് എടുത്ത് തരാമെന്ന് ഈക്ക പറയുകയാണ്. ക്രിസ് അകത്ത് കയറി മാപ്പിൻ്റെ പ്രിൻ്റ് മേടിക്കുന്നു. കിച്ചണിൽ നിന്നും നല്ല മണം വരുന്നുണ്ടെന്നും അവൻ പറയുന്നുണ്ട്. അവരുടെ ഹോസ്പിറ്റാലിറ്റി മൈൻഡ് കൊണ്ട് ക്രിസിനോട് ആഹാരം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയുകയാണ്. ഇപ്പുറത്താണെങ്കിൽ ഇല്യ ഫാർമിലെ ജോലികൾ ചെയ്യുകയാണ്. ജോലി ചെയ്യുന്ന സമയം പട്ടി വല്ലാതെ കുരയ്ക്കാൻ തുടങ്ങുന്നു. എന്തായിരിക്കും പട്ടി കുരയ്ക്കുന്നതെന്നറിയാൻ അയാൾ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ക്രിസിനെ കാണുകയാണ്. ക്രിസിനെ കണ്ട് ഞെട്ടിയ ഇലിയ അകത്ത് ചെന്ന് വിവരങ്ങൾ തിരക്കുന്നു. അവനെ ഞാൻ കൊണ്ട് സിറ്റിയിൽ വിടാമെന്ന് ടാനിയോട് പറഞ്ഞതിന് ശേഷം പുറത്തേക്ക് പോകുന്നു. പുറത്ത് വെച്ച് ക്രിസിനോട് ഭീഷണിപ്പെടുത്തിയിട്ട് ഇവിടെ നിന്നും പോകാൻ ആവശ്യപ്പെടുകയാണ്. കൂടാതെ നിനക്ക് ഈ അഡ്രസ്സ് എങ്ങനെ ലഭിച്ചെന്ന് ചോദിക്കുമ്പോൾ സംഭവം നടന്ന സമയത്ത് ക്രിസിന് അയാളുടെ പേഴ്സ് ലഭിച്ചിരുന്നു. അതിലാണെങ്കിൽ ഇലിയയുടെ ജാതകം ഉൾപ്പെടെ എല്ലാം ഉണ്ടായിരുന്നു. അത് പറഞ്ഞതിന് ശേഷം ക്രിസ് അവിടെ നിന്നും കാറിൽ പോവുകയാണ്. ക്രിസിൻ്റെ പുറകെ എലിയ ഒരു പട്ടിയെ വിടുന്നുണ്ട്. കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ ചോരയിൽ കുളിച്ച ഡോഗുമായി ക്രിസ് അവിടേക്ക് വരുന്നു. അത് കണ്ടതും ഇലിയ ഷോട്ട് ഗൺ എടുത്ത് ക്രിസിന് നേരെ ചൂണ്ടുന്നു. ക്രിസ് ഷോട്ട് ഗൺ അൺലോഡ് ആക്കിയിരുന്നു. തൻ്റെ കയ്യിലുള്ള ഗൺ ഉപയോഗിച്ച് ഇലിയയുടെ കാലിൽ വെടിവെക്കുന്നു. അത് കണ്ട് പേടിച്ചുകൊണ്ട് ടാനിയും ഈക്കയും അവിടേക്ക് വരികയാണ്. ഈക്കയുടെ കൈ കെട്ടിയിട്ടിട്ട് നമുക്കൊരു ഗെയിം കളിക്കാമെന്ന് അവൻ പറയുകയാണ്. ഗെയിമിൻ്റെ തുടക്കത്തിൽ ഈക്കയോട് പാൻറ്റീസ് ഊരിയിട്ട് അത് ഡോഗിനെ പോലെ എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. അവൾ അതുപോലെ തന്നെ എടുത്തുകൊണ്ട് വരികയാണ്. ഇത് കണ്ട് ഇലിയ ക്രിസിനോട് ചൂടാകുന്നുണ്ട്. ദേഷ്യം വന്ന ക്രിസ് അവളുടെ പാൻറ്റീസ് എടുത്ത് അയാളുടെ അണ്ണാക്കിൽ തിരികുകയാണ്. എന്നിട്ട് അവരോട് മുഴുവൻ സത്യം പറയാൻ ആവശ്യപ്പെടുന്നു. വേറെ വഴിയില്ലാതെ നടന്ന സത്യം മുഴുവൻ അയാൾ അയാളുടെ ഭാര്യയോടും മകളോടും പറയുകയാണ്. കൂടാതെ എന്നോട് ക്ഷമിക്കണമെന്നും താനെന്ന് മദ്യലഹരിയിലായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും പറയുകയാണ്. ഉടൻ തന്നെ ക്രിസ് ഒരു വോഡ്ക എടുത്ത് കുടിക്കുകയാണ്. എനിക്ക് ഒന്നും തോന്നില്ലല്ലോ, വേണമെങ്കിൽ നമുക്ക് തോന്നിപ്പിച്ചാലോ? അത് കേട്ടതും ടാനിയ ക്രിസിൻ്റെ കാല് പിടിച്ചിട്ട് തങ്ങളെ വെറുതെ വിടണമെന്ന് ആവശ്യപ്പെടുന്നു. അടുത്ത ഗെയിമിൻ്റെ ഭാഗമായി തോക്കിലുള്ള ബുള്ളറ്റ് എല്ലാം എടുത്തിട്ട് ഒരു ബുള്ളറ്റ് മാത്രം അതിൽ നിറയ്ക്കുകയാണ്.
ഇതിൽ 6 ഷോട്ടുണ്ട്. ഓരോ വെടിവെക്കുമ്പോഴും ഓരോ ഡ്രസ്സ് ഊരാൻ അവളോട് ആവശ്യപ്പെടുകയാണ്. ആദ്യത്തെ റൗണ്ടിൽ വെടിവെക്കുന്നു, അവൾക്കൊന്നും പറ്റുന്നില്ല. അവൾ തൻ്റെ ഉടുപ്പ് ചെറിയ രീതിയിൽ ഊരുകയാണ്. രണ്ടാമത്തെ റൗണ്ട് വീണ്ടും വെടിവെക്കുന്നു, ഒന്നും പറ്റുന്നില്ല. എന്നാൽ മൂന്നാമത്തെ റൗണ്ടിൽ അവളുടെ തലയിലേക്ക് ബുള്ളറ്റ് കടന്നു പോവുകയാണ്. അതോടെ അവൾ അവിടെ മരിച്ചു വീഴുകയാണ്. അത് കണ്ട് ക്രിസും പെട്ടെന്ന് ഷോക്കാകുകയാണ്. അലീഷയുടെ മരണത്തിനെതിരായി നിരപരാധിയായ ആ കൊച്ചുകുട്ടി മരിക്കുകയാണ്. ചെയ്തത് തെറ്റായിപ്പോയി എന്നത് അവൻ്റെ മുഖഭാവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.